അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. നമ്മുടെ നിത്യജീവിതത്തിൽ പണം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്ക് ജീവിക്കണമെങ്കിൽ പണം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ഹലാലായ മാർഗത്തിലൂടെ കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും തികയുന്ന രീതിയിൽ നമുക്ക് ആവശ്യത്തിന് വേണ്ട നല്ല ഹലാലായ രീതിയിലുള്ള പണം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും പണം നൽകുന്നവനും ഏറ്റവും വലിയ ധനികനും പടച്ച റബ്ബ് മാത്രമാണ്. പടച്ച റബ്ബിനോട് വേണം നമ്മൾ പണത്തിനായിട്ട് ചോദിക്കാൻ, പണത്തിനായിട്ട് നമ്മൾ ദുആ ചെയ്യാനായിക്കൊണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഇനി പറയുന്ന 2 സൂറത്തുകൾ പതിവാക്കണമെന്നുണ്ടെങ്കിൽ പണം നമ്മെ തേടിയെത്തും. ഹലാലായ മാർഗത്തിലൂടെ പെട്ടെന്ന് നമുക്ക് പണം സമ്പാദിക്കാൻ കഴിയും. അതിനുള്ളൊരു വഴി പടച്ച റബ്ബ് നമുക്ക് തുറന്നു തരും. ഹലാലായ മാർഗത്തിലൂടെയുള്ള പണമാണെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് സന്തോഷിക്കാം. അപ്പം അത്തരത്തിൽ ഹലാലായ രീതിയിൽ പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ജീവിക്കാൻ ആവശ്യമുള്ള പണം നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഇൻഷിറാഹ്, സൂറത്തു ഷർഹ് എന്നറിയപ്പെടുന്ന അലം നഷ്റഹ് സൂറത്ത്. ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. ഈ ഒരു സൂറത്തിനെ നമ്മൾ 40 തവണ 40 പ്രാവശ്യം ഈ സൂറത്ത് ബിസ്മിയോട് കൂടെ നമ്മൾ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷവും ഓതണം. നമ്മുടെ ഖൽബിൽ നമ്മൾ നിയ്യത്ത് വെച്ചുകൊണ്ടിട്ട് വേണം ചെയ്യാനായിട്ട്. പണത്തിനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറിയിട്ട് പണം സമ്പാദിക്കാനുള്ള ഒരു വഴി തുറന്നു തരാൻ വേണ്ടിയിട്ടുള്ള പടച്ച റബ്ബിനോട് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിയ്യത്ത് നമ്മുടെ ഖൽബിൽ ഉണ്ടായിക്കൊണ്ട് നമ്മൾ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും 40 പ്രാവശ്യം ചൊല്ലാനായിട്ട് ശ്രദ്ധിക്കണം. കഴിവതും നമ്മൾ അതാ ആയിക്കൊണ്ട് തന്നെ നിസ്കരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതേ പ്രകാരം 7 ദിവസമെങ്കിലും നമ്മൾ ചുരുങ്ങിയത് പതിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുടങ്ങാതെ 7 ദിവസമെങ്കിലും, അതിൽ കൂടുതലാണെങ്കിൽ അത്രയും നല്ലതാണ് നമുക്ക് സംഭവിക്കുന്നത്. നമുക്ക് ഖൽബിൽ നല്ല വിശ്വാസം വേണം, ഇഖ്ലാസോട് കൂടെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. എന്തൊരു കാര്യവും പരീക്ഷണത്തോടു കൂടി പരീക്ഷിക്കാൻ നോക്കട്ടെ എന്നുള്ളൊരു മനസ്സോടു കൂടി നമ്മൾ ചെയ്യുമ്പോൾ അതിന് നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫലം കിട്ടുകയില്ല. അതുപോലെ തന്നെ മറ്റൊരു സൂറത്താണ് സൂറത്തുൽ വാഖിഅ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ നിത്യേന ഓതേണ്ടുന്ന ഒരു സൂറത്താണിത്. സൂറത്ത് വാഖിഅ ഓതുന്നവന് ഒരിക്കലും ദാരിദ്ര്യം പിടിപെടൂല എന്ന് മുത്തായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിത്യേന ഈ 2 സൂറത്ത് നമ്മൾ ഓതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ നിത്യജീവിതത്തിൽ ഈ 2 സൂറത്തിന് നമ്മൾ മുറുകെ പിടിക്കുക. ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് നമുക്കൊരു വഴി തീർച്ചയായിട്ടും തുറന്നു നൽകും. നമ്മൾക്ക് എല്ലാവർക്കും ഹലാലായ രീതിയിൽ സമ്പാദ്യം നമ്മുടെ കയ്യിൽ എത്തിച്ചേരാനുള്ള ഒരു വഴി, ഒരു മാർഗം പടച്ച റബ്ബ് നമുക്ക് തുറന്നു നൽകട്ടെ. എല്ലാവരും അനുഭവിക്കുന്ന എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റി പടച്ച റബ്ബ് നല്ല സമാധാനത്തോടെയുള്ള റാഹത്തോടെയുള്ള ഒരു കുടുംബജീവിതം, നല്ലൊരു ജീവിതം എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.